ഞങ്ങളായിരുന്നു മലയാള സിനിമയുടെ യുവത്വം. ഈ വയസ്സാം കാലത്ത് ഞങ്ങളുടെ സ്വപ്നമാണ് ബോളിവുഡ്. തുടക്കം മോളിവുഡ്, തന്തുനാനിന, പിന്നെ ബോളിവുഡ്, തുന്തനാനിന. ഇതാണ് ഞങ്ങളുടെ മഞ്ജു വാര്യർ. മോളിവുഡിൽ ഒന്ന് ക്ലച്ച് പിടിച്ചപ്പോൾ ബോളിവുഡിലേക്ക് കയറുമാറ്റാനായി ഏതെങ്കിലും ഒരു ഖാനെ കല്യാണം കഴിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അവൾ. ഒടുവിൽ അവൾക്കും കിട്ടി ഒരു ദിലീപ് ഖാൻ. ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. അതിന്റെ പുതിയ ബ്രാഞ്ച് കോഴിക്കോടും. ഞാൻ ചേട്ടന്റെ വലിയൊരു ഫാനാ. ചേട്ടന്റെ മീശ മാധവൻകി ദുൽഹനിയ ദിൽവാല ചാന്ദകുട്ടി ലേ ജായേംഗി മൈ നെയിം ഈസ് കൂനൻ ഇതെല്ലാം ഞാൻ 6 വട്ടം കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ പ്ലോട്ടും സംഭാഷണവും പിന്നെ ഈ കൊറിയോഗ്രഫിയും എനിക്ക് ഇഷ്ടായി. ഞാൻ ഇതിനു മുമ്പും ഇതേപോലെ ഒരു പടം കാണാൻ പോയിട്ടുണ്ട്. നൈറ്റ് ഷോയ്ക്ക് ഉന്തും തള്ളും ടിക്കറ്റ് കൗണ്ടറിലെത്തി. പക്ഷേ തിയേറ്റർ ഉടമ കേറ്റാൻ സമ്മതിച്ചില്ല. അങ്ങനെ മഞ്ജുവിന് ബോളിവുഡിലേക്ക് ഒരു ടിക്കറ്റായി. ഇനി എന്റെ കാര്യം. ചോദ്യം മതി തന്റെയൊക്കെ ജീവിതം മാറാൻ. ഒരു ചാൻസ്. താൻ എന്താണോ വിചാരിച്ചേ? കുറെ പന്ന പൂ മലയാളം പടത്തിൽ അഭിനയിച്ച തന്നെ അങ്ങ് ബോളിവുഡിലേക്ക് എടുക്കുമെന്നോ? അതിന് തനിക്കൊരു ഡാൻസ് കളിക്കറിയോ? മിനിമം ഒരു മെഡി നേരെ വന്ന കൈകൊണ്ട് തടയാൻ കഴിയുമോ തനിക്ക്? നിർത്തുവാ. താൻ എന്താണോ മലയാളം സിനിമയെ കുറിച്ച് ധരിച്ച് 2.5 മണിക്കൂർ മുഴുവൻ തുണി കൊടുത്ത് അഭിനയിക്കാൻ കഴിയുമോ നിങ്ങൾ ബോളിവുഡുകാർക്ക്? ഇനി പറ സാറേ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ആ തുപ്പൽ എന്നെ എത്തിച്ചു ബോളിവുഡിലേക്ക്. അതിന് സന്ധ്യക്ക് രസമുണ്ടാക്കുന്നത് അവരാ. ഗിരിഗിരി 2 ദിവസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വന്നിരിക്കുന്നു. ചെറുപ്പം മുതലേ നമ്മൾ പറയാറില്ലേ ബോളിവുഡിൽ പോകണമെന്ന്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ദിലീപേട്ടൻ ബോളിവുഡിൽ സെറ്റിൽഡ് ആണ്. ബോളിവുഡിൽ പോകാൻ തുണിയുടെ നീളം കുറച്ചാൽ പോരെ, എന്തിനാ കല്യാണം? ബോളിവുഡിൽ എന്തുണ്ട് വിശേഷം? അതിലെ അമീർ ഖാന്റെ റോൾ എനിക്ക് പറഞ്ഞു വെച്ചതാ. പിന്നെ എന്ത് പറ്റി? പക്ഷേ റേഡിയോയിൽ കൊള്ളാത്തത് കൊണ്ട് വേണ്ടാതെ എന്നാ നിന്റെ ടെറസിൽ ഇപ്പോഴും ഉണ്ടോടി പച്ചക്കറി കൃഷി? പടവലമാണോ കോവയ്ക്കാണോന്ന് കല്യാണം കഴിയും പറയാം. കല്യാണം കഴിഞ്ഞു മഞ്ജു ബോളിവുഡിലേക്ക് പറഞ്ഞു. പുറകെ ഞങ്ങളും. എന്താ മഞ്ജു, എന്തു പറ്റി? അതായത് കൊഞ്ചു
പുട്ട് വന്ന് മുട്ടയിൽ വീണാലും മുട്ട വന്ന് പുട്ടിൽ വീണാലും മുട്ടയ്ക്ക് ആ കേട്. അല്ല ലാലു, പുട്ടിനല്ലേ കേട്, പൊടിഞ്ഞു പോവില്ലേ? മണ്ട, മുട്ടയുടെ ഉണ്ണി ഒട്ടിപ്പോകും. ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാൻ ബോളിവുഡിലൊന്നും പോയത് പോലുമില്ല. ഇല്ല, മോള് ബോളിവുഡ് കണ്ടിട്ടില്ല. വാ, ഞാൻ കൊണ്ടുപോകാം. Good morning, Bollywood. You are listening to RJ Sara. കണ്ണും ചിമ്മി കാണും കനവാണി ബോളിവുഡ്. ബോളിവുഡ് വാട്ട് എ റോക്കിംഗ് സെറ്റ്. ഷോ, ദിലീപേട്ടൻ എവിടെയാണോ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്താടാ ബൊബ്ബോല് പേരൊക്കെ ചപ്പുന്ന പോലത്തെ ഒരു ശബ്ദം? എടാ, അത് ഇമ്രാൻ ഹസ്മിയുടെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ്. ബോളിവുഡിൽ ഇതൊക്കെ പതിവാമോ? ആട്ടെ, നിന്റെ നായികയായി ആരെയാ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? എനിക്ക് നമ്മുടെ സംസ്കാരത്തിനൊരു നായികയെ വേണം. കാഴ്ചയിലും വേഷത്തിലും പളുങ്ക് പോലെ ഇരിക്കണം. ഏതോ സ്ക്രീനിൽ കണ്ടു മറന്ന മുഖം പോലെ ഇഷ്ടായി, ഒത്തിരി ഒത്തിരി ഇഷ്ടായി. നിങ്ങളെല്ലാം ബോളിവുഡ് based ആണോ? അല്ല, കൊച്ചി നേവൽ ബേസിംഗാ. Well, I'm a half Indian. Mamuka, അല്ലേ? Shall I call you Mama? അനാവശ്യം പറയുന്നു. ഹേ മമ്മു, എവിടെയൊക്കെയോ കണ്ട് മറന്ന പോലെ. പക്ഷെ ഈ തുണി അമ്പടി കള്ളി സണ്ണിക്കുട്ടി. എങ്ങനുണ്ട് സണ്ണി മർഡർ 6-ലെ റോളൊക്കെ? SSLC പാസ്സായ എന്നെ nursery കൊണ്ടിട്ട് പോലുണ്ട്. സാധാരണ എല്ലാവരും ബോളിവുഡിൽ കയറിയ തുണി കുറച്ച് കുറച്ച് വരിക പതിവ്. നീതിപ്പം ഇട്ടിട്ട് പോവാണല്ലോ. ഹേ മമ്മു, ഇതാണോ നീ പറഞ്ഞ നിന്റെ ശാലീന സുന്ദരി? ഈശ്വര, ഈ തൃശ്ശൂർ പൂരത്തിനിടയ്ക്കാണല്ലോ ഞാൻ എന്റെ ഓലപ്പടക്കം പൊട്ടിക്കാൻ നോക്കിയത്. അങ്ങനെ ആ പടം തുടങ്ങുന്നതിന് മുമ്പേ അതിന്റെ ക്ലൈമാക്സുമായി. എല്ലാം ഒരു കിസ്മത്താണ് മോനെ. ബോളിവുഡിൽ പിടിച്ചു നിൽക്കാൻ ഡാൻസ് പഠിക്കണമെന്ന ആഗ്രഹവുമായി ലാലു ചെന്നെത്തിയത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. My biological name is Michael Elias, Picker Elias, Jackson Pressure Cooker Elias. സാഗർ എലിയാസ്, ജാക്കി എലിയാസ്, ലാലു എലിയാസ്. ഡാൻസ് പഠിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഡാൻസിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. Do you know what Stanislavski said about dancing? Dancing is not moving, it is removing. Hey സവാരി ഗിരിഗിരി. നിന്റെ വീറും ഭാഷയും കാണിക്കേണ്ടത് നാഷണൽ ഗെയിംസ് നടക്കുന്ന നായരുടെ സ്റ്റേഡിയത്തിലോ CCL നടക്കുന്ന അമ്മയുടെ സ്റ്റേഡിയത്തിലോ അല്ല, സിഡ്നിയിലെ ക്യാമറയിലാണ്. You can afford it, you can admit it, you can afford it. ദിലീപളിന്റെ പോസ്റ്റർ അല്ലേ അത്? കൂടെ ഏതാ ആ ചക്കപ്പുത്ത്? അതെ, ഞാൻ ഡാൻസ് പഠിപ്പിച്ച ഒരു വൈക്കാക്കിയ ദിലീപ് ഖാൻ. കൂടെയുള്ളത് അവന്റെ പഴയ ജഡി കാവ്യ കപൂർ. കാവ്യക്ക? അവരുടെ ഒരു കഥയായിരുന്നു ഫ്ലാഷ് ബാക്ക്. വിടില്ല. നിന്നെ ഞാൻ പിടിക്കാം. ഓ അച്ഛനോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എന്റെ ഭാര്യ മഹാലക്ഷ്മി, അവള് മരിച്ചതിന് ശേഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കൊച്ച. അച്ഛോ, എന്നോട് പൊറുക്കണം. ഓർക്കണോ? ഞാൻ തന്റെ കൂടെ പൊറുക്കണോ? അയ്യോ, അതല്ല. ബിസ്കുട്ടി, ഗിരിഗിരി, very very much. കേറി വാടാ മക്കളെ. അല്ല നീ എങ്ങോട്ടാ? അച്ഛൻ വിളിച്ചു. എടാ രാമോദ്രോ, തല്ലി കൊല്ലടായി പട്ടിയെ. അങ്ങനെ കാവ്യ കപൂറുമായുള്ള കപൂർ സീൻ മഞ്ജു വന്നതോടെ അവൾ ബോളിവുഡ് വിടാനൊരുങ്ങി. ഞാൻ തിരിച്ചു പോവാം. ബോളിവുഡിൽ ആർക്കും എന്നെ വേണ്ട. ആദ്യം റോള് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പ്രൊഡ്യൂസർ എന്നെ തോൽപ്പിച്ചു. തട്ടമിട്ട് തെറ്റിദ്ധരിപ്പിച്ച് സ്നേഹിച്ച പെണ്ണെന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി.
ചന്തുവിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, ലാലു എവിടെ? ലാലു, ഏതാ ഈ ഗുഡ്സ് വണ്ടി? ഓ, ഞാൻ പറയാൻ വിട്ടു. പിന്നെ ഇത്രയും കാലം നീ പറഞ്ഞിട്ടല്ലേ വിട്ടോണ്ടിരുന്നേ? അയ്യോ, അതല്ല. ഇതെന്റെ കിളിച്ചുണ്ടൻ മാമൻ കുത്തിയെടുക്കാൻ വന്ന എന്റെ സ്വന്തം സാറാ. സാറോ? അതിന് നീ എപ്പോഴാ ട്യൂഷന് പോയേ? ഹേ മമ്മു, ചളിയൊക്കെ ഒന്ന് നിർത്ത്. ഇത് ക്ലൈമാക്സ് സീനാ. ഒന്ന് സെൻഡ് ചെയ്യാവടോ. ഇത് മതിയോ? ഇതൊരുമാതിരി പുഴക്കരയിൽ വെളിക്കിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഓ, പുഴയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എല്ലാ പുഴകളും ഒരുപോലെയാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ കാണുന്ന കുളിസി അത് വേറെയാണ്. ഇതാ ഇവളുടെ ഒരു കുഴപ്പം. എന്തെങ്കിലും കിട്ടിയാൽ മതി, അപ്പൊ തുടങ്ങും തത്വം. പക്ഷേ എന്തോ ഇഷ്ടമാണ് എനിക്ക്. അല്ല ലാലു, ഇവളുടെ കാലിന് എന്ത് പറ്റി? പണ്ട് ഇതുപോലൊരു തത്വം പറഞ്ഞപ്പോ നാട്ടുകാര് തല്ലി ഒടിച്ചതാ. ഹേ മമ്മു, ഇവൾ ഓസ്ട്രേലിയയിലേക്ക് പോകുക ചികിത്സക്ക്. ഞാൻ എന്ത് ചെയ്യണം? നീ വിഷമിച്ചാടാ, ഇനി ഒന്നും നോക്കാനില്ല. നീ നിന്റെ വജ്രായുധം പുറത്തെടുക്ക്. ഹേ, ഇവളെ ശരിയാക്കാൻ ഞാൻ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചെന്ന് വരും, ഒരു ഭ്രാന്തനെ പോലെ. ഹേ മമ്മു, ഏൽക്കുന്നില്ലല്ലോടാ. ലാലു, ഇതല്ല, ഇതുക്കും മേലെ നിന്റെ ലാലിസം. പണ്ടങ്ങാണ്ട് ലാലു, നിന്റെ തന്ത്രം ഏറ്റടാ. ഹേ, ഡോക്ടർ സണ്ണി വീണ്ടും വിജയിച്ചിരിക്കുന്നു. ശംഭു മഹാദേവ. അങ്ങനെ ലാലുവും സാറയും അവരുടെ ജീവിതം തുടങ്ങുന്നു. മഞ്ജു അടുത്ത പിടിവള്ളിക്കായി ബെഞ്ചിനെ തേടി യാത്ര തുടങ്ങി. ഞാൻ വീണ്ടും ബോളിവുഡിലേക്ക്. നമ്മ ഒരു ബോളിവുഡ് അല്ല, നമ്മ ഒരു ബോളിവുഡ്.